കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ന്യൂഷേഡിലായിരിക്കുന്ന സമയത്ത് ഇങ്ങനെ കുറച്ച് വയ്യാതായിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയം ഇങ്ങനെ പകൽ സമയത്ത് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങനൊരു സ്വപ്നം കാണാനായിട്ട് ഇടയായി. അതായത് ആ സ്വപ്നം എങ്ങനെയായിരുന്നു, എൻ്റെ കൂടെ കുറച്ച് പേരുണ്ട്. അപ്പോൾ അവരെല്ലാം കുറച്ച് അറിയാവുന്നവരാണ്. അവരെക്കുറിച്ചുള്ള ദൈവഹിതപ്രകാരം അവരവരുടെ വഴികളിലേക്ക് കർത്താവ് സഹായിച്ചാക്കി കൊടുത്തു. അതിനുശേഷം ഞാൻ തനിച്ചായി. അപ്പോൾ ഈ സ്ഥലം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടണൽ പോലെയാണ്. ആ ടണൽ ഇപ്പം നിങ്ങൾ കഥയിൽ ചോദ്യം ഇല്ല എന്നുള്ളതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകിച്ചൊന്നും ആലോചിക്കാനോ തിരിച്ച് കൗണ്ടർ അടിക്കാനോ നോക്കണ്ട. ഇതൊരു സ്വപ്നം ഇങ്ങനെയായിരുന്നു, അതിനെ പറ്റിയാണ്. അപ്പോൾ അങ്ങനെ ഒരു ടണൽ പോലെ. അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ നമ്മൾ ഈ മ്യൂസിയത്തിൽ അല്ലെങ്കിൽ ഇപ്പോൾ പുറം രാജ്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഈ ഗ്ലാസ് പോലെ ഇങ്ങനെ ഫുള്ള് റൗണ്ടായിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ മീനുകൾ സംഭവങ്ങളൊക്കെ കാണുന്നു. അപ്പോൾ അതുപോലൊരു സംഭവം. അപ്പോൾ അതിന് ശേഷം അതിങ്ങനെ ചെന്നെത്തുന്നത് വലിയൊരു സമുദ്രത്തിൻ്റെ നടുവിലേക്കാണ്. ആ സമുദ്രത്തിൻ്റെ നടുവിലൂടെ ഒരു വഴി പോകുന്നുണ്ട്. എൻ്റെ മനസ്സിൽ പ്രത്യേക ആ സമയത്ത് വന്നത് ഈ പുറപ്പാട് പുസ്തകത്തിലെ 14-ാം അധ്യായത്തിൽ ചെങ്കടൽ പിളർന്നു പോകുന്നതാണ്. അപ്പോൾ ആ ഒരു വഴിയുണ്ട്, വലിയ ഒരു ചെറിയൊരു റോഡ്, ഒരു പോക്കറ്റ് റോഡിൻ്റെ വലിപ്പമുള്ള ഒരു റോഡ്. സൈഡിൽ ഫുള്ള് ഈ സമുദ്രത്തിൻ്റെ വെള്ളം ഇങ്ങനെ കെട്ടി ഇങ്ങനെ അലയടിക്കുകയാണ് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കും. അപ്പോൾ ഈശോ പറയുന്നുണ്ട്, ഇതിൽ കൂടെയാണ് പോകേണ്ടത്, ഇതാണ് വഴി എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ മുന്നേക്ക് നോക്കും തോറും ടെൻഷനാവുകയാണ്. ഈ അപ്പുറം ഇപ്പുറയും വെള്ളം, ഇത് എത്ര താഴ്ചയുണ്ടെന്ന് അറിയില്ല. പക്ഷേ ഈശോ മുന്നോട്ട് പോകാനായിട്ട് പറയുന്ന പ്രകാരം ഓരോ അടിയും വെച്ച് മുന്നോട്ട് പോവുകയാണ്. പക്ഷേ മുന്നോട്ട് പോകുമ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കൂടുതലുള്ള ആളുകളെല്ലാം അവരെക്കുറിച്ചുള്ള ദൈവഹിതം നിറവേറ്റിക്കൊണ്ട് അവർ ഈശോയുടെ വഴിയിലേക്ക് പോയി. ഇനി എന്നെക്കുറിച്ചുള്ള ദൈവഹിതം നിറവേറ്റാനുള്ള സമയമാണ്. അപ്പോൾ ഞാൻ പതുക്കെ ഈശോയിൽ ആശ്രയിച്ച് പോവുകയാണ്. പക്ഷേ അങ്ങനെ പോകുന്നതെന്നുണ്ടെങ്കിലും ഞാൻ മുന്നേക്ക് ഓരോ സ്റ്റെപ്പ് വെക്കും തോറും അന്തരീക്ഷം ഫുള്ള് ഡാർക്ക് ആവാൻ തുടങ്ങുകയാണ്. എത്രത്തോളം ഞാൻ ഓരോ സ്റ്റെപ്പ് മുന്നിലേക്ക് വെക്കുന്നു അത്രത്തോളം ഫുള്ള് ഇരുട്ട് പിടിച്ചിരുന്നു, ഇടി വെട്ടാൻ തുടങ്ങുന്നു, മഴ പെയ്യാനായിട്ട് ഇങ്ങനെ മേഘങ്ങൾ ഇങ്ങനെ തയ്യാറായി നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ഇനിയൊരു സ്റ്റെപ്പ് കൂടി വെച്ച് അടുത്തത് ചിലപ്പോൾ മഴയായിരിക്കും. അപ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ ഇങ്ങനെ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഇങ്ങനെ ഫില്ലായി റോഡിനോട് ചേർന്നാണ് വെള്ളങ്ങൾ ഇങ്ങനെ അലയടിച്ച് നിൽക്കുന്നത്. അപ്പോൾ ഈ സമുദ്രത്തിലെ വെള്ളം കയറിയിട്ട് റോഡ് മുക്കിക്കളയും, ഞാൻ ഇടയിൽ വെച്ച് മരിച്ചു പോകും എന്നുള്ളൊരു ടെൻഷനാണ് വരുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ മുന്നോട്ട് പോയി എനിക്ക് തീരെ പറ്റുന്നില്ല. ഈശോ മുന്നോട്ട് പോകാനായിട്ട് പ്രേരണ പറയുന്നത്, പക്ഷേ എനിക്ക് പറ്റുന്നില്ല. ഞാൻ എന്നിട്ട് ഒന്നും നോക്കാൻ പറ്റാതെ എന്നിട്ട് തിരിച്ച് ഓടി ഓരോ വഴി ഇങ്ങനെ പോകും തോറും അന്തരീക്ഷം ഫുള്ള് ഇങ്ങനെ കൂടുതൽ ബ്രൈറ്റ് ആവാനായിട്ട് തുടങ്ങി. അതായത് കുറേ ഓടി വന്ന് തുടങ്ങിയപ്പോൾ മേഘങ്ങളെല്ലാം ഇരുട്ട് പിടിച്ച മേഘങ്ങളെല്ലാം മാറിപ്പോയി. പതുക്കെ സൂര്യൻ വരാൻ തുടങ്ങി. അപ്പോൾ എല്ലാം നല്ല കാമാണ്, ഒരു കുഴപ്പമില്ല. നല്ല രസമായിട്ട് നമുക്കൊരു പേടിയും കൂടാതെ ടെൻഷനൊന്നും കൂടാതെ പോകാൻ പറ്റുന്ന രീതിയാണ്. പക്ഷേ ഇടയിൽ വെച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വഴി അടഞ്ഞു കിടക്കുക, പോകാനായിട്ട് പറ്റുന്നില്ല. കാരണം ഒരു മണ്ണിട്ട പോലെ വലിയൊരു ആ മതിൽ കയറി അപ്പുറത്തേക്ക് പോകാൻ അവിടെ ഒരുപാട് പേരുണ്ടായിരുന്നു എന്നെ സഹായിക്കാനായിട്ട്. പക്ഷേ അവർക്ക് ആർക്കും എന്നെ സഹായിക്കാൻ പറ്റുന്നില്ല. പലരും പല സ്റ്റെപ്പുകൾ വെച്ച് തരുന്നു മുകളിലേക്ക് കയറി പോകാനായിട്ട്, പക്ഷേ ആർക്കും സഹായിക്കാൻ പറ്റുന്നില്ല. പക്ഷേ എൻ്റെ ഉള്ളിൽ വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല സ്ഥലമാണ്, മറ്റ് ടെൻഷനുകളോ മറ്റ് സഹനങ്ങളോ മറ്റ് വേദനകളോ ഒന്നുമില്ല, സിമ്പിളായിട്ട് പോകാൻ പറ്റും. പക്ഷേ കയറി പോകാൻ പറ്റുന്നില്ല, കാരണം അതല്ല എന്നെക്കുറിച്ചുള്ള ദൈവഹിതം. അപ്പം ഞാനിങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് കണ്ണ് തുറന്നപ്പോഴാണ് മനസ്സിലായതോ ഇത് സ്വപ്നമായിരുന്നല്ലോ എന്ന്. അപ്പോൾ അപ്പോൾ ആ സമയത്ത് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് കയറി വന്നൊരു വചനമാണ് ഏശയ്യാ 43:2 മുതലുള്ള വചനഭാഗം. അതായത് സമുദ്രത്തിലൂടെ നടന്നാലും അത് നിന്നെ മുക്കിക്കളയുകയില്ല, അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല, ജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈശോ തരാൻ പോകുന്ന, അല്ലെങ്കിൽ ഈശോ തന്നുകൊണ്ടിരിക്കുന്നത് തരാൻ പോകുന്നതുമായ കുഞ്ഞു സഹനങ്ങൾ, വേദനകൾ, കുഞ്ഞതും വലുതുമല്ല. അപ്പോൾ അങ്ങനെയുള്ള വേദനകളിലും സഹനങ്ങളിലും ഞെരുക്കങ്ങളിലെല്ലാം ഈശോയിൽ ആശ്രയിച്ച് തന്നെ ഈശോ പറയുന്ന പോലെ മുന്നോട്ട് പോകാനാണ് ഈശോ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചിങ്ങനെ വചനം എടുത്തപ്പോൾ കിട്ടിയൊരു വചനമാണ് പ്രഭാഷകൻ 6:26. ആ വചന പ്രകാരമാണ്, പൂർണ്ണ ഹൃദയത്തോടുകൂടി അവളെ സമീപിക്കുക, അവളുടെ മാർഗത്തിൽ തന്നെ സഞ്ചരിക്കാൻ സർവ്വശക്തിയും പ്രയോഗിക്കുക. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചു, അപ്പോൾ അവളുടെ മാർഗ്ഗത്തിൽ തന്നെ ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പഴയ നിയമത്തെ കോണ്ടെക്സ്റ്റിൽ നമുക്കറിയാം അത് പരിശുദ്ധാത്മാവിൻ്റെ അല്ലെങ്കിൽ ജ്ഞാനത്തിൻ്റെ, പുതിയ നിയമത്തിൻ്റെ കോണ്ടെക്സ്റ്റിലാണെങ്കിൽ ജ്ഞാനെന്ന് പറയുന്നത് ഈശോയാണ്, അവനാണ് ദൈവത്തിൻ്റെ ജ്ഞാനം. അപ്പോൾ ഈശോയുടെ വഴിയിലൂടെ നടക്കാനായിട്ട് പൂർണ്ണ ഹൃദയത്തോടു കൂടി പരിശ്രമിക്കുക, സർവ്വശക്തിയോടും കൂടി പരിശ്രമിക്കുക എന്നുള്ളതാണ് ഈശോ പറയുന്നതെന്ന് മനസ്സിലായി. പക്ഷെ എങ്ങനെയാണ് ഈ ശക്തി കിട്ടുക, എങ്ങനെയാണ് ഇതിന് വേണ്ടിയിട്ട് ഒരുങ്ങാനായിട്ട് പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് പലർക്കും അറിയാം നമ്മളെ കുറിച്ചുള്ള ഈശോയുടെ ഹിതം അല്ലെങ്കിൽ ഈശോയുടെ വഴി ഇങ്ങനെയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ പലരും
പല കാര്യങ്ങളും ചെയ്യാനായിട്ട് പറയാനായിട്ട് മടിക്കുന്നു, അല്ലെങ്കിൽ ഈശോയുടെ ഹിതം ഇതാണെന്ന് അറിഞ്ഞിട്ടും ഇപ്പോൾ പലർക്കും പല കാര്യങ്ങളിൽ കറക്ഷൻ കൊടുക്കാനായിട്ടായിരിക്കാം, പലരുടെ അടുത്ത് ഇത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കാനായിട്ടായിരിക്കാം. അങ്ങനെ പലതും നമ്മളെക്കുറിച്ചുള്ള ഈശോയുടെ ഹിതം എന്താണെന്ന് നമുക്കറിയാം, നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് നമുക്കറിയാം. പക്ഷേ നമ്മളതിന് തയ്യാറാവുന്നില്ല. എന്നുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട് എങ്കിൽ പോലും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറ്റാത്തത് എന്നുള്ളത് ഞാൻ ഈശോയോട് ചോദിച്ചപ്പോൾ ഈ സർവ്വശക്തി ഉപയോഗിക്കുക എന്നുള്ളത്, ഈ ശക്തി എങ്ങനെയാണ് കിട്ടുക എന്നുള്ളതിനെ പറ്റി ഈശോയോട് ചോദിച്ചപ്പോൾ പെട്ടെന്ന് വന്ന വചനഭാഗമാണ് ലൂക്കാസ് സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ. ഇത് PDMലെ തന്നെ മറ്റൊരു ബ്രദർ ഫ്രാൻസിസ് ക്രിസ്റ്റി, ആ ബ്രദർ ഇങ്ങനെ നല്ലൊരു രീതിയിൽ ഇങ്ങനെ വ്യാഖ്യാനിച്ച് തന്നായിട്ട് ഞാൻ അങ്ങനെ പ്രത്യേക ഈ സമയം ഓർക്കാണ്. അതിൻ്റെ ആദ്യം അവസാന ഭാഗങ്ങൾ. അതായത് നമുക്കറിയാം മരുഭൂമിയിലെ പരീക്ഷയാണ്. അപ്പോൾ ഈശോ മാമോദീസയ്ക്ക് ശേഷമാണ് മരുഭൂമിയിലെ പരീക്ഷയ്ക്കായിട്ട് ആത്മാവ് നയിച്ചുകൊണ്ട് പോകുന്നത്. ലൂക്ക 4:1 ഇപ്രകാരമാണ് വചനം പറയുന്നത്: യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ജോർദാനിൽ നിന്ന് മടങ്ങി, ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിട്ട് ജോർദാനിൽ നിന്ന് മടങ്ങി, യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. ഇനി ഈ പരീക്ഷകൾക്കെല്ലാം ശേഷം ഇനി കിട്ടാൻ പോകുന്ന അടുത്ത പരീക്ഷയ്ക്ക് ശേഷം ഇപ്പോൾ ഈ 3 പ്രലോഭനങ്ങളായിട്ട് പിശാച് ഈശോനെ പരീക്ഷിക്കുന്നു. അതിനുശേഷം ലൂക്ക 4:14 ഇപ്രകാരമാണ് വചനം പറയുന്നത്: യേശു ആത്മാവിൻ്റെ ശക്തിയോടുകൂടി ഗലീലയിലേക്ക് മടങ്ങി, അവൻ്റെ കീർത്തി സമീപ പ്രദേശങ്ങളിലെല്ലാം പെട്ടെന്ന് വ്യാപിച്ചു. അപ്പോൾ ഈ പരീക്ഷയ്ക്ക് മുമ്പ് എന്താ പറഞ്ഞത്? മാമോദീസയിലൂടെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. പരീക്ഷയ്ക്ക് ശേഷം എന്താ പറയുന്നത്? ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും പരിഹാരത്തിനും എല്ലാം ശേഷം, പ്രലോഭനങ്ങളെല്ലാം അതിജീവിച്ചതിന് ശേഷം യേശു ആത്മാവിൻ്റെ ശക്തിയോടുകൂടി ഗലീലയിലേക്ക് മടങ്ങി. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. മാമോദീസയിലൂടെ നമുക്ക് ലഭിച്ച പരിശുദ്ധാത്മാവ്, കൂദാശകളിലൂടെ പരിപോഷിപ്പിക്കപ്പെടുന്ന പരിശുദ്ധാത്മാവ്. അപ്പോൾ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷേ എങ്കിലും ആ ആത്മാവിനെ നമ്മൾ കൂടുതൽ ഉജ്ജ്വലിപ്പിക്കണം, കൂടുതൽ അതിൻ്റെ ആ തീഷ്ണത, അതിൻ്റെ ആ ശക്തി നമ്മൾ വർദ്ധിപ്പിക്കണം. അതിനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറയുന്നത് പ്രാർത്ഥനയും ഉപവാസവും പരിഹാര പ്രവൃത്തികളാണ്. അപ്പോൾ നമുക്കറിയാം മർക്കോസ് 9:29 ഈ വചനത്തിൻ്റെ ഒരു അടിസ്ഥാനമാണ്, അല്ലെങ്കിൽ ഒരു കാര്യത്തിൻ്റെ അടിസ്ഥാനമാണ്. പ്രാർത്ഥന കൊണ്ടും ഉപവാസം കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗ്ഗം പുറത്തു പോവുകയില്ല എന്നുള്ളതാണ് ഈശോ പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മളെക്കുറിച്ചുള്ള ദൈവഹിതം അറിയാം, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാം. പക്ഷേ ഈശോയുടെ ഹിതത്തിനനുസരിച്ച് അല്ലെങ്കിൽ പാപം ചെയ്യാതെ മുന്നോട്ട് പോകാനായിട്ട് ഓരോ കാര്യങ്ങളും ഈശോയുടെ ഹിതം എന്തെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ ഒരു കാരണം ഈ പ്രാർത്ഥനയും പരിഹാര ജീവിതത്തിൻ്റെയും കുറവാണ്. അതാണ് ഈ മത്തായി സുവിശേഷം 11-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്നത്: സ്നാപക യോഹന്നാൻ്റെ നാളുകൾ മുതൽ ഇന്ന് വരെ സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിഷയമായിരിക്കുന്നു, ബലവാന്മാർ അത് പിടിച്ചടക്കുന്നു. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ എഴുതിയിരിക്കുന്നതാണ് ഈ ബലപ്രയോഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർ എടുക്കേണ്ട ത്യാഗങ്ങൾ, പരിഹാര പ്രവർത്തികൾ എന്നുള്ളതാണ്. ആ ബൈബിളിലെ ഫുട് നോട്ടിൽ തന്നെ സെയിം പേജിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തുമാത്രം പരിഹാരങ്ങളും പ്രാർത്ഥനകളും അർപ്പിച്ചുകൊണ്ട് ചെയ്തുകൊണ്ട് നമ്മൾ നമ്മളെക്കുറിച്ചുള്ള ഈശോയുടെ ഹിതപ്രകാരം ആ വഴിയിലൂടെ മുന്നോട്ട് പോകുന്നു, അത്രമാത്രം ആത്മാവിൻ്റെ ശക്തിയോടുകൂടി ഒന്നുപോലും പാളിപ്പോവാതെ ദൈവഹിതം അതിൻ്റെ പൂർണ്ണതയിൽ നിറവേറ്റുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ഈശോ നമ്മളെ സഹായിക്കും. അപ്പോൾ അതിനായിട്ടുള്ളൊരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അപ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ അവളെ സമീപിക്കുക, അവളുടെ മാർഗ്ഗത്തിൽ തന്നെ, നമ്മളെക്കുറിച്ചുള്ള ഈശോയുടെ ഹിതപ്രകാരമുള്ള ആ മാർഗ്ഗത്തിൽ തന്നെ മുന്നോട്ട് പോകാനായിട്ട് സർവ്വശക്തിയും പ്രയോഗിക്കുക. അപ്പോൾ ഈ ശക്തി നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ കൂടുതലായി നിറയപ്പെടാനും പരിശുദ്ധാത്മ ശക്തിയാൽ കൂടുതലായി ധരിപ്പിക്കപ്പെടാനുമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് കൂടുതൽ അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കുഞ്ഞു കുഞ്ഞു പരിത്യാഗങ്ങൾ, ഫാസ്റ്റിങ്ങൊക്കെ എടുത്ത് പ്രാർത്ഥിക്കാൻ പറ്റിയാൽ നല്ലത്. അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കി പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണ സാധനങ്ങൾ അല്ലെങ്കിൽ മധുര സാധനങ്ങൾ, നമുക്ക് ഇഷ്ടപ്പെട്ട പല പ്രവർത്തികളാവാം. ഇപ്പോൾ പല കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഫോൺ നോക്കി ഒരുപാട് നേരം ഇരിക്കുന്നതായിരിക്കാം, റീൽസ് കാണുന്നതായിരിക്കാം. അപ്പോൾ അങ്ങനെ ഓരോന്നും നമുക്ക് ഇഷ്ടപ്പെട്ടത് പതുക്കെ കുറച്ച് മാറ്റി കൊണ്ടുവരുന്നതും ഒരു ആത്മപരിത്യാഗമാണ്. അപ്പോൾ അതുപോലെ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ട് കൂടുതൽ നന്നായി പ്രാർത്ഥിച്ചുകൊണ്ട് കൂടുതൽ പരിഹാരം അനുഷ്ഠിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിശുദ്ധാത്മ ശക്തി നമ്മൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ഈശോയുടെ ഹിതത്തിനനുസരിച്ച് അതിൻ്റെ പൂർണ്ണതയിൽ മുന്നേറാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.